സെറ്റല്ലേ? ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തമ്മിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ, സുഖപ്രസവത്തിന് വേണ്ടി കുറച്ച് ടിപ്സ് പറയാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ? എൻ്റെ കണ്ണട കണ്ടിട്ട് നോക്കുന്നുണ്ടാവല്ലേ? യൂട്യൂബ് തന്ന ഒരു സമ്മാനമാണ്. യൂട്യൂബ് തന്നെയല്ല, യൂട്യൂബിൽ കളിച്ചിട്ട്, ഫോണോട് കളിച്ചിട്ട് കണ്ണിന് കുറച്ച് അലർജി പ്രശ്നങ്ങൾ വന്നു. പിന്നെ അധികം സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഡോക്ടറെ കാണിച്ചിട്ട് ഇട്ട ഗ്ലാസ്സാണ് കേട്ടോ. അതുകൊണ്ടാണ് ഗ്ലാസ് ഇട്ടത്. പിന്നെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ഗ്ലാസ് ഇടും, അല്ലാത്തപ്പോൾ ഗ്ലാസ് ഇടലില്ല. അപ്പോൾ ഞാൻ ഈ കഥയെല്ലാം പറയുന്നത് എന്താ, നമുക്ക് കാര്യത്തിലേക്ക് എടുക്കണ്ടേ? അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ എല്ലാവർക്കും എന്നെ അറിയാം. പിന്നെ ഞാൻ ചില വീഡിയോസിൽ എൻ്റെ മോനെ എടുത്തിട്ട് വന്നിട്ടുണ്ടല്ലേ, അതുകൊണ്ട് റീൽസിലൊക്കെ എൻ്റെ മോനെ കണ്ടിട്ടുണ്ടാവില്ലേ. എനിക്ക് പിന്നെ ബേബി ബോയ് ആണ്. അപ്പോൾ എൻ്റെ പ്രസവം നടന്നത് ഡിസംബർ 8-ന്. അപ്പോൾ ഡെലിവറി സ്റ്റോറി അടുത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് അതുപോലെ ഞാൻ അടുത്ത് ഡെലിവറി സ്റ്റോറി ഇടുന്നതാണ്. കാരണം എൻ്റെ ഡെലിവറി സ്റ്റോറി ഭയങ്കര ട്വിസ്റ്റഡാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ തന്നെ പൊക്കി പറയുന്നതല്ല. അത് ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ഡെലിവറി സ്റ്റോറി ഇത്ര ലേറ്റ് ആക്കിയെന്ന് വെച്ചാൽ, എന്നെ ആ സമയം ഞാൻ ചോദിച്ചിരുന്നു, ഞാൻ ഇടട്ടെ, ആരും വിട്ടില്ല. സംഭവം എന്ന് വെച്ചാൽ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഫോൺ നോക്കാൻ പാടില്ല എന്നുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഡെലിവറി സ്റ്റോറി ഒന്നും അന്നേരം ചെയ്യാത്തത്. എന്താ പറയുക, യൂട്യൂബിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഡെലിവറി കഴിഞ്ഞിട്ട് അതായത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഒരു സ്റ്റോറി ആയിട്ട് വരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ സ്റ്റോറി പറയാൻ പറഞ്ഞതല്ല, തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. അതായത് നോർമൽ ഡെലിവറിയിലേക്ക് എന്നെ സഹായിച്ച 3 ഘടകങ്ങളുണ്ട്. അതായത് ഞാൻ എങ്ങനെയാണ് ഡെലിവറി ഓപ്പറേഷനിലേക്ക് തുമ്പത്തെത്തിയതാണെന്ന് എന്നിട്ടും ഞാൻ അതിൻ്റെ നോർമൽ ഡെലിവറി ആയതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനാണ്, ഷെയർ ചെയ്യാനാണ് വന്നത്, എൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പം എനിക്ക് പ്രഗ്നൻ്റ് ആയത് മുതൽ തന്നെ എൻ്റെ വീട്ടിലും ആരും അങ്ങനെ എന്താ പറയുക, രണ്ടാളും പണിക്ക് പോകുന്ന ആളാണ്. ഞാൻ സ്വന്തം വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നിട്ടില്ല. ആകെ ഒരു മാസമായിട്ട് നിന്നിട്ട് ഇങ്ങോട്ട് വന്നെത്തിയത്. നമ്മൾ വീടാണ് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആകും ആ സമയം അല്ലേ? അങ്ങനെയാണ് അത്. ആ പീരീഡ്സിലൂടെ കടന്നു പോകുന്നവർക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അച്ഛൻ പണിക്ക് പോകുന്നതാണ്, അമ്മ പണിക്ക് പോകുന്നതാണ്, അനിയൻ്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ്. അപ്പോൾ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ തന്നെയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തതും, ഞാൻ തന്നെയാണ് എൻ്റെ മനസ്സിനെ തിട്ടപ്പെടുത്തിയതും ഒക്കെ ഞാൻ തന്നെയാണ്. എൻ്റെ മോട്ടിവേറ്റർ ഞാൻ തന്നെയാണ്. അതുപോലെ നിങ്ങളെ മോട്ടിവേറ്റർ നിങ്ങൾ തന്നെ ആകണം. എന്നാലേ നമുക്ക് ആ പ്രസവം എന്ന് പറഞ്ഞ അതായത് ആ ഒരു പ്രതിഭാസത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. പ്രസവം അങ്ങനെ എന്ന് പറഞ്ഞിട്ട് കടക്കാൻ പാടില്ല. പ്രസവം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് എടുക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല. നമ്മൾ ആ ഒരു പീരീഡ്സൊക്കെ, അതായത് 1, 2, 3, 4 ഞാൻ നല്ലോണം എൻജോയ് ചെയ്തതിന്. ഓരോ മാസവും ഫോട്ടോസ് എടുത്തിന് എന്നെ ഹാപ്പി ആക്കുന്ന എല്ലാം എൻ്റെ ഭർത്താവ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത് അതൊക്കെ ഇരുന്നിട്ട് അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ 9 മാസം നല്ല ഹാപ്പി ആയിരുന്നു. ശേഷം ഹാപ്പി അല്ല എന്നല്ല ഞാൻ പറയാം. നമ്മളെ പ്രസവത്തിൻ്റെ ആ പീരീഡ്സ് നമ്മളെ ഭർത്താവ് വരുത്തുണ്ടെങ്കിൽ നല്ലൊരു കെയറിങ്ങും നല്ലൊരു മൈൻഡ് സപ്പോർട്ടും ആയിരിക്കും. പക്ഷേ എനിക്കത് കിട്ടിയില്ല. ഞാൻ തന്നെയാണ് എൻ്റെ മൈൻഡ് സപ്പോർട്ട്, ഞാൻ തന്നെയാണ് എൻ്റെ മോട്ടിവേറ്റർ. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഈ ടിപ്സുമായിട്ട് ഈ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ടിപ്സ് പറഞ്ഞാലോ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട്ടിൽ ആരും ഉണ്ടായില്ല. സോ എനിക്ക് ഭയങ്കര ഫ്രീ ആയിരുന്നു എന്ത് ചെയ്യാനായാലും. ഇപ്പോൾ ഒരു 5 മാസം വരെ 3 മാസം വരെ നന്നായി ശ്രദ്ധിച്ചു. അതായത് കഴിക്കുന്നതിലായാലും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചു. അതായത് 3, 4, 5 മാസമായി കഴിഞ്ഞാലും ശേഷം പറഞ്ഞ് കുറച്ച് നടക്കാൻ തുടങ്ങി. അതിന് മുന്നേ നടക്കലുണ്ട്, എന്നാലും നമ്മൾ ആ ഒരു എക്സസൈസ് എന്നുള്ള ലെവലിലേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ 3 സംഭവങ്ങൾ പറഞ്ഞിട്ടില്ല, മറന്നുപോയി. ആദ്യം 3 എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയാം. ഫസ്റ്റ് ഞാൻ ചെയ്തത് നടത്തം തന്നെയാണ്. ആ 5-ാം മാസം മുതൽ ഞാൻ നടക്കാൻ ഇങ്ങനെ മെല്ലെ മൂവ് ചെയ്യാൻ തുടങ്ങി. നമ്മളിപ്പോൾ പ്രസവം കഴിഞ്ഞ ഫ്രണ്ട്സ്മാരോടും ആൾക്കാരോടും ചോദിക്കൂലേ എന്തൊക്കെയാണ് എനിക്ക് നോർമൽ ഡെലിവറിയാ, നിനക്ക് സിസേറിയനാ, ഞാൻ അങ്ങനെ അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് ചെയ്തതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നടക്കുവാന്ന് ആദ്യം എല്ലാവരും അവർ പറയുന്നത് നടക്കുവാന്ന്. അപ്പോൾ ഞാൻ എല്ലായിടത്തു നിന്നും കിട്ടിയ ടിപ്സ് വഴി ഞാൻ ഫസ്റ്റ് ആരംഭിച്ചത് നടക്കൽ തന്നെയാണ്. അതായത് രാവിലെയും വൈകുന്നേരവും ആ ഒരു സമയം വെച്ച് നടക്കും. ഒരു 10 മിനിറ്റ് കഴിയെങ്കിൽ 10 മിനിറ്റ് നടക്കുക. പിന്നെ ഒരു സമയം തന്നെ 20 മിനിറ്റ് അങ്ങനെ കണ്ടിന്യൂസ്ലി നമുക്ക് നടക്കാൻ കഴിയില്ല. ആദ്യത്തെ ദിവസം 10 മിനിറ്റ്, പിന്നെ 15 മിനിറ്റ്, അങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് വരാം. അങ്ങനെ 7, 8, 9 മാസമാകുമ്പോൾ നിങ്ങളൊരു 1/4 മണിക്കൂർ നടക്കുന്ന ലെവലിലാക്കി മാറ്റണം. അത് വിചാരിച്ചിട്ട് നടന്ന് മറ്റേ റോഡ് മേലോട്ട് നടക്കുന്ന പോലെ അങ്ങനെയല്ല. നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മളുടെ അടിവയറിനെ പ്രസ് ചെയ്യുന്ന രീതിയിൽ നടക്കുക. മനസ്സിലായ? അന്നേരം നിങ്ങൾ നടക്കുമ്പോൾ പ്രസ്സൊന്നും ചെയ്യേണ്ട, അത് അവിടുന്ന് പുഷാവും, പ്രസ്സാവും. ഓക്കെ, ഫസ്റ്റ് അങ്ങനെയാണ് ചെയ്തത്. രണ്ടാമത് ഞാൻ ചെയ്തത്
നമ്മളെ വീട്ടിലെ സ്റ്റെയർ ഇല്ലേ, അതായത് മുകളിൽ റൂമുള്ള വീടുകളായിരിക്കും അധികം ഉണ്ടാവും അല്ലേ. മുകളിൽ അതായത് എനിക്കും ഒരു റൂമുണ്ട് മുകളിൽ, അതുകൊണ്ട് തന്നെ സ്റ്റെയർ നമുക്ക് ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഏറ്റവും നല്ലോണം നമ്മളുടെ ശരീരം അനങ്ങും അറിയുകയും ചെയ്യുന്നത് സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോഴാണ്. പിന്നെ ഇതൊക്കെ ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒന്ന് രാവിലെ ഒന്ന് വൈകുന്നേരം അങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ചൂസ് ചെയ്യേണ്ടത് അങ്ങനെയാണ്. പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും പറഞ്ഞു ഗർഭിണിയാവുമ്പോൾ പിന്നെ എല്ലാവരും പറയുന്നത് പറഞ്ഞാൽ നമ്മൾ പഴമക്കാർ പറയുന്നത് അവർ പറയും നേരത്തെ ഗർഭിണികൾ കുളിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ വാക്കൊന്നും ഒരിക്കലും ധിക്കരിച്ചിട്ടില്ല, ഞാൻ നേരത്തെ കുളിക്കാറുണ്ട്. അപ്പോൾ കുളിക്കുമ്പോൾ എൻ്റെ കഴുത്തിനൊക്കെ കുറച്ച് ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ വന്നതിന് ഫേസിലൊക്കെ. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി എണ്ണയില്ലേ, നമ്മൾ ഒലിവ് ഓയിലൊക്കെ തേച്ചിട്ടാണ് പിന്നെ നടക്കാനും എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് ഈ എണ്ണ തേച്ചിട്ടാണ്. നിങ്ങൾ എണ്ണ തേച്ചിട്ട് എക്സസൈസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ ഒരു ഇത് ഞാൻ പറയുന്നതാണ് കേട്ടോ. അതായത് ഞാൻ കുളിക്കാൻ പോകുമ്പോൾ അരമണിക്കൂർ മുമ്പേ എല്ലാ എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ എണ്ണ തേക്കും. എണ്ണ തേച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് നടക്കുന്നത് പുറത്തുനിന്ന് തന്നെ നടക്കണമെന്നില്ല. നമ്മൾ അകത്ത് കുറച്ച് സെൻട്രൽ ഹാളിന് കുറച്ച് നല്ല വീതിയും നീളം ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നടന്നാൽ മതി. വലിയൊരു ഫ്ലോർ തന്നെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു സമയം വെച്ചിട്ട് നടക്കാൻ ശ്രദ്ധിക്കണം, അന്നേരം നമുക്ക് മടി പിടിക്കൂല. ഇപ്പോൾ ഒരു 5-10 മിനിറ്റ് 1/4 മണിക്കൂർ 3ൻ്റെ അടുത്ത് സൂചി എത്തുന്നവരെ നമ്മളിങ്ങനെ നടന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൈൻഡിൽ കൊടുക്കുക. അന്നേരം നമുക്ക് എത്തുന്നവരെ നടക്കാൻ വേണ്ടി തോന്നും. അപ്പോൾ ലക്ഷ്യം വെച്ച് നടക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് നടന്നു തീർക്കാം. മനസ്സിലായോ? അപ്പോൾ ഈ ഞാൻ ചെയ്യുന്നറിയാം, മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുക, അന്നേരം മടുക്കൂല. അപ്പോൾ നമ്മൾ നടന്നു കഴിഞ്ഞിട്ട് സമയം വെച്ചിട്ട് നടക്കും. നടക്കുന്നതും ഞാൻ എണ്ണും, എത്ര തവണ നടന്നു എന്നും എണ്ണും, ഈ സ്റ്റെയർ കയറുന്നതും ഞാൻ എണ്ണും. അങ്ങനെ 2 എക്സസൈസ് ഞാൻ മാറി മാറി ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ 2 എണ്ണം ഞാൻ പറഞ്ഞേ, ഒന്ന് നടത്തതും ഒന്ന് സ്റ്റെയർ കയറി ഇറങ്ങുന്നതും. സ്റ്റെയർ കയറി ഇറങ്ങുന്നത് 2 ലെവലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്റ്റെയർ കയറുക, അതേപോലെ ഇറങ്ങിയില്ലേ. പിന്നെ നെക്സ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ നോർമലി കയറുന്ന പോലെ കയറും. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു കാല് അതൊരു സ്റ്റെപ്പ് കടത്തി വെച്ചിട്ട് കയറാൻ ശ്രമിക്കും. ഇതൊക്കെ ചെയ്തത് 5-6 മാസത്തിന് ശേഷമാണ് കേട്ടോ. ഇതുപോലത്തെ എക്സസൈസ്, അതായത് ഈ സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് എടുത്തൊക്കെ കാല് വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയത് 6 മാസമൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഇതൊക്കെ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമാണ് ചെയ്തത്. നിങ്ങളും അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഡോക്ടറോട് ചോദിച്ചു എക്സസൈസ് ചെയ്യട്ടെ, എൻ്റെ ഹെൽത്ത് നിങ്ങളെ ഹെൽത്ത് പോലെ ആകണമെന്നില്ല. അപ്പോൾ എല്ലാവരും ബോഡിയും ഹെൽത്തും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. സോ ഡോക്ടർ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു, ഒന്ന് നടത്തം, ഒന്ന് സ്റ്റെയർ കയറി ഇറങ്ങുന്നത്. പിന്നെ സ്ക്വാട്ടിങ് എക്സസൈസ്. സ്ക്വാട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ബാത്റൂമിൽ ഇരിക്കുന്ന മോഡലില്ലേ, ഞാനിവിടെ ഫോട്ടോ കൊടുക്കാം കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത് സ്ക്വാട്ടിങ് എക്സസൈസ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വാട്ടിങ്ങിനെ കുറിച്ചിട്ട് എനിക്ക് അറിയുന്നതിന് മുന്നേ എനിക്കൊരാൾ പറഞ്ഞു തന്നൊരു ടിപ്പ് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യും, എന്താണ് നോർമൽ ഡെലിവറിക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ വെച്ച് ഡോക്ടേഴ്സ് പറയുന്നത് തന്നെ ഉണ്ടാവും. എൻ്റെ ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഡോക്ടർ പറഞ്ഞ എക്സസൈസ് തുടങ്ങിക്കോ, നടന്നോ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷേ ഞാൻ യൂട്യൂബിൽ കുറച്ച് ഡോക്ടേഴ്സ് പറയുന്നത് കുറച്ചൊന്നല്ല, ഒരുപാട് റെഫർ ചെയ്തിട്ടാണ് ഈ എക്സസൈസ് തിരഞ്ഞെടുത്തത്. പിന്നെ അതന്നെയായിരിക്കും സ്ക്വാട്ടിങ്, അതിനായിരിക്കും സ്ക്വാട്ടിങ് ഇത് പറയുന്നുണ്ടാവുകയാണെങ്കിൽ. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ക്വാട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ഇന്ത്യൻ ബാത്റൂമിൽ ഇരിക്കുന്നില്ലേ, അതേ മോഡലാണ്. പക്ഷേ അതുപോലെ നമുക്ക് ഒരുപാട് തവണ ഇരിക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ അതൊരു എക്സസൈസ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അരമണ്ഡലം ഇരിക്കൂലേ ഡാൻസിന്, എല്ലാവർക്കും അരമണ്ഡലത്തിനെ കുറിച്ച് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ അത് അങ്ങനെ ഇരുന്നിട്ട് നീരും. മനസ്സിലായി? ഞാൻ ഡാൻസ് കളിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് അരമണ്ഡലം നല്ലോണം ഇരിക്കാൻ അറിയാം. അരമണ്ഡലം മുഴുമണ്ഡലമായിട്ട് അരമണ്ഡലം ഇരുന്നു. അങ്ങനെയാണ് ഞാൻ എക്സസൈസ് സ്ക്വാട്ടിങ്, അങ്ങനെയാണ് ഞാനത് ഇപ്പോഴാണ് അതിന് സ്ക്വാട്ടിങ് പേരൊക്കെ ഞാൻ കേട്ടത്. ഞാനത് ചെയ്തത് റെഡിക്ക് സ്ക്വാട്ടിങ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ നിങ്ങളുടെ അടുത്ത്. കാരണം ഇപ്പോൾ എല്ലാവരും പറയുന്നത് സ്ക്വാട്ടിങ് ചെയ്യണമെന്നാണ്. സത്യം പറഞ്ഞാൽ ഈ സ്ക്വാട്ടിങ് എന്ന് പറഞ്ഞ എക്സസൈസ് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് തോന്നുന്നത്. കാരണം 1 മുതൽ 9 മാസം വരെ ഞാൻ ഇന്ത്യൻ ബാത്റൂമിൽ മാത്രമേ ഇരുന്നത്. ഈ പ്രഗ്നൻസി ടൈം എനിക്ക് കംഫർട്ടബിൾ അതായതുകൊണ്ട് തന്നെ അതിൽ തന്നെ ഇരുന്ന് എല്ലാവരും പറഞ്ഞു എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യേണ്ട, കുറച്ച് കോംപ്ലിക്കേഷനാണ്, അങ്ങനെ ബുദ്ധിമുട്ടാണ് വയറും വെച്ച്. പക്ഷേ എനിക്ക് കംഫർട്ടബിളായി തോന്നി, ഞാൻ അവിടെ തന്നെ യൂസ് ചെയ്തത്. അപ്പോൾ അത് സ്ക്വാട്ടിങ് ആയിട്ട് എടുക്കാം. പിന്നെന്ന് പറഞ്ഞാൽ ഈ എക്സസൈസ് നീരും പൊന്തവും ചെയ്യുന്നത്, അതായത് നമ്മൾ ഫുള്ളിരിക്കണ്ട, പകുതി ഒരു നമ്മളെ കാലിൻ്റെ മുട്ടിൻ്റെ അടുത്ത സൈഡ് വരെ ഇരിക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഷെയ്നെ ഞാൻ പറഞ്ഞാലും എനിക്ക് പെടുത്തൂല. ഞാൻ ഒരു കയറുണ്ടാണ്, എൻ്റെ റൂമിലൊരു കയറുണ്ട്. ആ കയറ് പിടിച്ചിട്ട് ഞാൻ ഇരിക്കും. നമുക്ക് ആ വയറുണ്ടാകുമ്പോൾ എന്തായാലും വയററിയും. അപ്പോൾ ഇരുന്നിട്ട് ഇങ്ങനെ പൊന്തി അങ്ങനെ ഞാനൊരു 15-20 തവണ ചെയ്യും, ഒരു 1 ടൈം. അപ്പോൾ അത് സ്റ്റെയർ നടത്താം. അപ്പോൾ 3 എണ്ണമായേ.
ഞാൻ പറഞ്ഞ 3 എണ്ണമായി. അപ്പോൾ ഇത് ഞാൻ കണ്ടിന്യൂസ്ലി ഈ 9 മാസം വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എണ്ണ തേക്ക്, കുളിക്കാൻ പോകുമ്പോൾ എണ്ണ തേക്കും, നടക്കും, സ്റ്റെയർ കയറി ഇറങ്ങും, ഈ സ്ക്വാട്ടിങ്, അതായത് ഈ പറഞ്ഞ എക്സസൈസില്ല, ഈ നീരും മൊന്തവും ചെയ്യുന്നത്, അതിങ്ങനെ ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ഞാൻ കണ്ടിന്യൂസ്ലി ചെയ്തു. വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ക്ലിയറായി ചെയ്തു എന്ന് എനിക്ക് ഉറപ്പ് വരുത്തണമല്ലോ. കാരണം നമ്മളൊന്നും ചെയ്തിട്ടില്ല, അലക്കുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പഴമക്കാർ ഇതൊന്നും ചെയ്തിട്ടൊന്നുമല്ല സുഖപ്രസവമാക്കിനി. അവരെന്ത് ചെയ്യും, അന്നേ കാലത്ത് വാഷിംഗ് മെഷീൻ ഇല്ല, എന്ത് ചെയ്യും, അലക്കും. തുടക്കുമ്പോൾ പിന്നെ മോപ്സ് ഒന്നും യൂസ് ചെയ്യാണ്ട് പട്ടിയിരുന്ന് നിലത്തിരുന്നിട്ടാണ് തുടക്കുക. അപ്പോൾ നമുക്കിന്ന് മോപ്പുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്. സോ ആ ഒരു പണി നമുക്കൊരിക്കലും എക്സസൈസ് ആയിട്ട് കൂട്ടാൻ വേണ്ടി പറ്റില്ല. ഒന്നും നമ്മളെ ബോഡി അനങ്ങുന്നില്ല വാഷിംഗ് മെഷീനിൽ തുണിയിട്ട് കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ വാഷിംഗ് മെഷീൻ ഒന്നും അല്ലാട്ടോ യൂസ് ചെയ്തത്. ഞാൻ ഈ സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് ആ എക്സസൈസിൽ എൻ്റെ പണിയായിട്ട് ഞാൻ ഒരിക്കലും എൻ്റെ ശരീരം അനങ്ങുന്ന പണി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതായത് വാഷിംഗ് മെഷീൻ ഞാൻ യൂസ് ചെയ്തില്ല. കാരണം നമുക്ക് എന്തായാലും പണിയെടുക്കുന്നത് നല്ലതാണ്. നമ്മളെ ബോഡി അനങ്ങണം. അനങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സുഖപ്രസവം, അതായത് കുട്ടിയുടെ തല തിരിഞ്ഞ് വരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അലക്കും കല്ലുമ്പോൾ തന്നെ അലക്കി. പിന്നെ ഇതുകൂടാതെ പിന്നെ തുടച്ചു. ആഴ്ചയിൽ 3-4 തവണ തുടച്ചു. അത് മോപ്പ് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഉപയോഗിച്ചാലും നമ്മൾ ശരീരം അനങ്ങും, വേർക്കും, എന്തായാലും ശരീരം അനങ്ങുമല്ലോ. സോ ഞാൻ മോപ്പ് ഉപയോഗിച്ചിട്ട് തുടക്കും. അങ്ങനത്തെ അല്ലറ ചില്ലറ പണികളൊക്കെ ചെയ്യും. പിന്നെ മണങ്ങിയിട്ട് തിരുമ്പും, നല്ലോണം കുനിഞ്ഞ് നിന്ന് തിരുമ്പുക. പിന്നെ മുറ്റടിച്ചു പോവുക. ഈ എക്സസൈസ് 3 കൂടാതെ ഇതൊക്കെ ചെയ്തിരുന്നു. അത് ഞാൻ പറയായിട്ടാണ് ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു. ജസ്റ്റ് അതും കൂടി നിങ്ങൾ ചെയ്യണം കേട്ടോ. ആ എക്സസൈസ് കൂടാതെ ഈ വീട്ടിലത്തെ പണിയും കൂടി ചെയ്താൽ അടിപൊളിയായിട്ട് നോർമൽ ഡെലിവറിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. പിന്നെ ഇതൊക്കെ ചെയ്തിട്ടും ഓപ്പറേഷൻ ആകുന്നവരുണ്ട്. ഇപ്പം എൻ്റേത് ഓപ്പറേഷൻ്റെ ഘട്ടത്തിലെത്തിന്. പക്ഷേ എൻ്റെ ഭാഗ്യം കൊണ്ടോ മോൻ്റെ ഭാഗ്യം കൊണ്ടോ ആരെ ഭാഗ്യം കൊണ്ടോ എന്നറിയില്ല, നോർമൽ ഡെലിവറി ആയിന്. സത്യം പറയാൻ എൻ്റെ ഓപ്പറേഷൻ ആവേണ്ടതാണ്. ഭാഗ്യം എന്ന് പറയാൻ എൻ്റെ ഭാഗ്യം കൊണ്ടാന്ന് തോന്നും അത് നോർമൽ ഡെലിവറിയിലേക്ക് ആവുക ചെയ്തത്. അതുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ആകാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയാം, അത് നിങ്ങളെ കുഴപ്പം കൊണ്ടല്ല, അല്ല നിങ്ങൾ ചെയ്തതിൻ്റെ പിഴവ് കൊണ്ടൊന്നും ആയിരിക്കില്ല. അത് നിങ്ങളുടെ ബോഡീനെയും ഹെൽത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരുപാട് ഫാക്ടർ ഡിപ്പെൻഡഡ് ആണ് നമ്മളെ പ്രസവം. സിമ്പിളായിട്ട് കരുതുക, സിമ്പിളായിട്ട് പ്രസവിച്ചിട്ടില്ല. പിന്നെ ലാസ്റ്റായിട്ടൊരു കാര്യം കൂടി പറയാം. നിങ്ങൾ പ്രസവിക്കുന്നതിന് മുന്നേ പിന്നെ ഈ കൂട്ടുകാരിമാരുണ്ടാവില്ലേ, ഫ്രണ്ട്സ്, അപ്പോൾ പ്രസവിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർ ചോദിക്കും എങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്. അപ്പോൾ എടുക്കുന്നതിന് അവർക്കിങ്ങനെ അവരെ അനുഭവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവരോട് നിങ്ങളിങ്ങനെ കുത്തി ചോദിക്കാനൊന്നും പോകണ്ട, എങ്ങനെയാണ് വേദന. സത്യം പറഞ്ഞാൽ അവർക്ക് ഉണ്ടായ അനുഭവം പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓരോ ആൾക്കും ആസ്പത്രിയിലും അല്ലെങ്കിൽ കുട്ടീനെ പരിചരിക്കുന്നതിലും അല്ലെങ്കിൽ കുട്ടീനെ കിട്ടുന്ന ഓരോ അനുഭവങ്ങളായിരിക്കും. പ്രസവ വേദന എല്ലാവർക്കും കോമൺ ആയിട്ട് ഒന്നായിരിക്കും. പക്ഷേ ഓർക്കുണ്ടായ പോലെയൊന്നും ആയിരിക്കില്ല നമുക്കുണ്ടാവില്ല. കാരണം ആ സമയം നമുക്ക് ദൈവം സഹിക്കാനുള്ള ഒരു മനസ്സ് തരും. അതുകൊണ്ട് ഒരു പേടിയും വേണ്ട, പ്രസവിക്കാനും പേടിക്കുകയും വേണ്ട, നിങ്ങളെ ലേബർ റൂമിലേക്ക് കടക്കുകയും വേണ്ട, നോർമലായിട്ടൊരു റൂമിലേക്ക് പോകുന്നത് പോലെ വിചാരിക്കുകയും വേണ്ടു. നിങ്ങൾക്ക് നോർമലായിട്ട് ഡെലിവറി കിട്ടാൻ ഞാനും പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രാർത്ഥന മസ്റ്റാണ്. നമ്മളെപ്പം ദൈവത്തിനോട് പ്രാർത്ഥിക്കുക നമുക്ക് നോർമൽ ഡെലിവറി കിട്ടെ. പിന്നെ നമ്മളെ ഭാഗത്തു നിന്ന് ഇതൊക്കെ ചെയ്തെന്ന് ഉറപ്പ് വരുത്തണം. നമ്മളെ ഭാഗത്ത് താൻ ബാധി ദൈവം ബാധി എന്നല്ലേ. അപ്പോൾ നമ്മളെ ഭാഗത്ത് നിന്ന് ഇതൊക്കെ ചെയ്തെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ നമുക്ക് ആ ദൈവം ബാധി ഉണ്ടാവും. അല്ലാണ്ട് എല്ലാം ദൈവത്തിന് അർപ്പിച്ച് കൊടുക്കാനേ പാടില്ല. സോ ഞാൻ ഇതൊക്കെ ചെയ്ത് ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു, അതുപോലെ ഞാൻ എൻ്റെ ഈ പ്രസവത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും ഞാൻ എങ്ങനെ കെയർ ചെയ്തു എന്നൊക്കെ ഞാൻ വീഡിയോസ് ഇടും. കാരണം നിങ്ങൾക്കിത് എത്രമാത്രം യൂസ്ഫുൾ ആയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ വലിയ ഡോക്ടറോ ഫിസിഷ്യനോ ഒന്നുമല്ല. പക്ഷേ നമുക്കൊരു അനുഭവം ഉണ്ടാവില്ല അല്ലേ, നമ്മൾ ആ ഒരു പ്രസവം കഴിഞ്ഞിട്ട് വന്ന ഒരു അനുഭവം, ആ അനുഭവമാണ് പറഞ്ഞത്. ഒരു കാര്യത്തിനും പേടിക്കേണ്ട. നിങ്ങളെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക. പിന്നെ ഒരിക്കലും വെറുതെ ഇരിക്കാൻ പാടില്ല. ഒന്നുകിൽ പാട്ടിക്ക് ഒന്ന് ബുക്ക് വായിക്കാം. അതൊന്നും എക്സസൈസ് അല്ല. നിങ്ങളുടെ മൈൻഡ് ഒരിക്കലും ഡസ്പ് ആകാൻ പാടില്ല. അത് ആരെയും കൂടി ബാധിക്കും, നമ്മളുടെ കുഞ്ഞിനെയും കൂടി ബാധിക്കും. അപ്പോൾ നമ്മളുടെ കുഞ്ഞ് ഹാപ്പി ആയിട്ട് വയറ്റുന്ന അടിപൊളിയായിട്ട് നല്ലൊരു ഹാപ്പി ആയിട്ട് ആരോഗ്യമുള്ള കുട്ടീനെ വേണമെങ്കിൽ നിങ്ങൾ നല്ല മൈൻഡ് ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ എക്സസൈസും കൂടി ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് നോർമൽ ഡെലിവറി ആകും. അപ്പം ഞാൻ ഹാപ്പി ആയതുപോലെ നിങ്ങൾക്കും ഹാപ്പി ആകണ്ടേ, ഉറപ്പായിട്ട് ഹാപ്പി ആകും. അപ്പം
ടിപ്സും കാര്യങ്ങളും ഇതാണ്. ഈ 3 ടിപ്സാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്കും നോർമൽ ഡെലിവറി ആകും. എന്തായാലും ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ഞാൻ പറയുന്നത്, ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. ഡോക്ടറോട് പിന്നെ നമുക്ക് ഓരോ മാസം പോകണ്ടേ അല്ലേ, ആ മാസം പോകുമ്പോൾ നിങ്ങൾ ഡോക്ടറോട് ചോദിക്കുക, ഞാൻ എക്സസൈസ് ചെയ്യട്ടെ, എൻ്റെ ഹെൽത്ത് എങ്ങനെയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ മാത്രം ചെയ്താൽ മതി. ആ ഡോക്ടർ എപ്പോൾ പറയുന്നു അപ്പോൾ ചെയ്തോ. നമുക്കിപ്പോൾ പറ്റൂലെങ്കിൽ ചെയ്യണ്ടല്ലോ. നമ്മളിപ്പോൾ ചില ആൾക്കാർക്ക് അടിവരയൊക്കെ വേദനയുണ്ടാവും, ആ വേദന ഉണ്ടെങ്കിൽ ഡോക്ടർ ചെയ്യേണ്ടെന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഡോക്ടറെ കൺസൾട്ടൻസി അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്, നീട്ടി പോകുന്നില്ല. ഇത്രയുള്ള 3 ടിപ്സേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒന്നായിട്ട് നിങ്ങൾക്കും സുഖപ്രസവത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പം ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പ്ലീസ് ഒന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ബൈ.